ക്ഷീണമുണ്ട്, തലവേദനയും തലകറക്കമൊക്കെ ഒന്നും പറയാനില്ല, ഒന്നും പറയാം. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, ഇൻ്റർവെൽ വരെയൊക്കെ ബെസ്റ്റായിരുന്നു. ഓടി ഒന്നിൽ കണ്ടിട്ടേ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ തെലുങ്കിൽ ഓടുകയായിരിക്കും. നല്ല ആകാംക്ഷയുണ്ട്, പക്ഷേ ആൾക്കാർ വരണ്ടേ? തിയേറ്ററിൽ ആൾക്കാരുണ്ടെങ്കിലല്ലേ അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് OTT വരുന്ന സമയത്തായിരിക്കും ഇനി അടുത്ത ഭാഗം വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. വലുതായി പിടിച്ചിട്ടില്ല, കുറച്ച് കാർട്ടൂൺ പോലെ പോയി. ഇതിൽ CJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയൊക്കെ ഇങ്ങനെ ഒഴുകണം ഏറെക്കൂടി. ആൾക്കാർ ചെവിയൊന്നും പകുതി കാണാനില്ല, ഒരു ഗ്രീൻ സ്ക്രീനിൽ കട്ടായിപ്പോയി. അങ്ങനെ ജ്യോതി കൃഷ്ണ സംവിധാനം ചെയ്ത നമ്മുടെ പവൻ കല്യാൺ നായകനായി വരുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഹരിഹര വീരമല്ലു ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമ കാണാൻ ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. കൊള്ളാം, ഇൻ്റർവെൽ വരെയൊക്കെ ബെസ്റ്റായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ അവസാനമൊക്കെ അത്ര സുഖമില്ലാതെ ആക്ഷനാണോ? ആക്ഷനാണ്. തിയേറ്ററിൽ കാണേണ്ട പടം. നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം അങ്ങനെ തോന്നും, അത് തോന്നും. നല്ല ക്ഷീണമുണ്ട്, തലവേദനയും തലകറക്കമൊക്കെ ഒന്നും പറയാനില്ല, ഒന്നും പറയാം. സൗണ്ട് കൊണ്ടാണ്. സൗണ്ട് കീരവാണി അങ്ങേർക്ക് നല്ല പടത്തിലല്ലോ ഇതുപോലെ ചെയ്തുകൂടായിരുന്നു, അങ്ങനെ മാത്രം കൊള്ളു. ആണോ ഇതൊരു സേറ നരസിംഹ റെഡ്ഡി ഇല്ലേ, അതേപോലെയൊക്കെയാണോ അവര്? അതിൽ ഇച്ചിരി CJ എങ്കിലും കൊള്ളാമെന്നെങ്കിലും പറയാണ്. ഇതിൽ CJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയൊക്കെ ഇങ്ങനെ ഒഴുകണം ഏറെക്കൂടി. ആൾക്കാർ ചെവിയൊന്നും പകുതി കാണാനില്ല, ഒരു ഗ്രീൻ സ്ക്രീനിൽ കട്ടായിപ്പോയി. ഒന്നും പറയാനില്ല. അവിടെ തെലുങ്കിൽ ഓടുകയായിരിക്കും, ഇവിടെ ഓടൂല. പൊളിപ്പടം. തെലുങ്കില് വൻ ആഘോഷം എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ലണ, ഇത് പടം ഒരു പഴയ പടം പോലെയാണ് ഇരിക്കും. ഒരു സ്ക്രീനൊന്നും കറക്റ്റ് ആയിട്ടില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ബാഹുബലി റേഞ്ച് ഒക്കെ പ്രതീക്ഷയാണോ വന്നത്? ബാഹുബലിയൊക്കെ പ്രതീക്ഷയാണോ വന്നത്? അതൊന്നും ഇല്ലണ, ഭയങ്കര പൊളിപ്പടം. അഭിനയൊക്കെ കൊള്ളാം, പക്ഷേ പടം ഒരു പുതിയ പടം പോലെ ഇല്ല, പഴയ പടം പോലെയാണ് ഇരിക്കുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ല പടത്തിനൊന്നും. തിയേറ്റർ എക്സ്പീരിയൻസ് ഓടി ഒന്നിൽ കണ്ടിട്ടേ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ തെലുങ്കിൽ ഓടുകയായിരിക്കും. ഇത് പറക്കണ ചാടണതൊക്കെ ഉണ്ട്, പടം പൊളി. ബാലയുടെ പടം കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇത് മതരീതിയായിട്ടുള്ള പടമാണ്, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടും. അതുപോലെ വീരമല്ലു തന്നെ. അപ്പോൾ വീരമല്ല തന്നെ ഇവിടെ പോകില്ല, എന്നത്തോട് തീർന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു, കാരണം ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊരു മൂവിയാണ്. പിന്നെ ആൾക്കാരില്ലാത്ത ഒരു പോരായ്മ ആ പടത്തിന് വല്ലാതെ ബാധിച്ചിട്ടുള്ള ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിങ്ങും നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലെടുത്ത ഒരു സംഭവം. സെക്കൻഡ് പാർട്ട് കാണാൻ ഒരു ആകാംക്ഷയൊക്കെ തോന്നുന്നത്. നല്ല ആകാംക്ഷയുണ്ട്, പക്ഷേ ആൾക്കാർ വരണ്ടേ? തിയേറ്ററിൽ ആൾക്കാരുണ്ടെങ്കിലല്ലേ അടുത്ത സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് OTT വരുന്ന സമയത്തായിരിക്കും ഇനി അടുത്ത ഭാഗം വരുമ്പോൾ നല്ല തിരക്കുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കാരണം പവൻ കല്യാൺ പുള്ളിക്കാരൻ്റെ ആ ഒരു പ്രായത്തിൽ ഇത്രയും റേഞ്ചിൽ അഭിനയിക്കുന്നു. ഫൈറ്റ് സീക്വലൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നെട്ടിപ്പോവും. അങ്ങനത്തെ രീതിക്കാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഐ തിങ്ക് തെലുങ്ക് സ്റ്റേറ്റിൽ പടം നല്ലപോലെ വർക്കൗട്ട് ആവാൻ ചാൻസസ് ഉണ്ട് ഒരുപാട്. എനിക്ക് നല്ല രീതിക്ക് ആ ഒരു പടം വർക്കൗട്ടായി, ബോറടിയൊന്നുമല്ല. അത് ഞാൻ തിയേറ്ററിൽ പോയി തന്നെ കണ്ടാണ്. പുള്ളിക്കാരൻ വേറെ മെഗാസ്റ്റാർ ലെവലൊക്കെ നിന്നാണ്, പക്ഷേ പെർഫോമൻസ് വൈസ് ഒന്നും എനിക്ക് വലിയ സുഖം തോന്നിയില്ല അതിൻ്റെ അകത്ത്. പക്ഷേ ഇതിൽ നമ്മൾ കഥാപരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എല്ലാം നോർമലി ഒരു ഹീറോ ഉണ്ടാവുമല്ലോ, അത് തന്നെ ഇതിലും പറയുന്നത്. പക്ഷേ എടുത്തിരിക്കുന്ന രീതി, മേക്കിംഗ് സ്റ്റൈലാണെങ്കിലും പാട്ടാണെങ്കിലും നമുക്കൊന്നും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് സെക്കൻഡ് കാണാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം നൽകുന്ന രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ബാഹുബലിക്ക് ശേഷം എല്ലാം ബാഹുബലിക്ക് മോഡൽ സിനിമ ഒക്കെ ഉള്ളൊരു ഓട്ടത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിലർ കാണപ്പോൾ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. അത് അല്ല, അത് ബാഹുബലിയാണല്ലോ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എല്ലാവർക്കും വന്ന് തുടങ്ങിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മികച്ച രീതിക്ക് തന്നെയാണ് സംഭവം വർക്കൗട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ ആൾക്കാരില്ല എന്നുള്ളൊരു പറയാം. കാരണം പുള്ളിക്കാരനെ ഇവിടെ ആൾക്കാർക്ക് അത്ര ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാവാൻ വന്ന് കാണാൻ സാധ്യതയില്ല. അതെനിക്ക് ട്രെയിലർ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പടം കാണാൻ വന്നത്. ഏകദേശം 3 മണിക്കൂറുണ്ടോ? ലാഗ് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ലാഗില്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഓരോ സ്ക്രീനിൽ നമുക്ക് എന്താ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ എന്നാൽ നമ്മുടെ മലയാളത്തിൽ ലാലേട്ടനെ സ്ക്രീനിൽ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഫ്രഷ് ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പവൻ കല്യാണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ടൈമിൽ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ്. ബാക്കി കാര്യങ്ങളൊക്കെ ഒരാളും ബോറായിട്ട് അഭിനയിച്ചിട്ടില്ല, എല്ലാവരും നല്ല എൻഗേജിങ് ആയിട്ട്. പിന്നെ ഈ ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ കുറേ ചളു കോമഡിയൊക്കെ വരും അതിൻ്റെ അകത്ത്, പക്ഷേ അതൊന്നും ഇതിൻ്റെ അകത്തില്ല. ഒരു പെർഫെക്റ്റ് രീതിക്ക് തന്നെയാണ് പടം എടുത്തിരിക്കുന്നത്. ഡബ്ബിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫെക്റ്റ് ആയിരുന്നു. മലയാളം ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കി, എനിക്ക് മലയാളം അത്ര ദഹിച്ചില്ല. അതാണ് അപ്പോൾ നോക്കിയപ്പോൾ തമിഴ് വന്നു. തമിഴ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് വന്നു. പക്ഷേ നമ്മളൊരു പടം കാണുമ്പോൾ അതിൻ്റെ ഭാഷയിൽ തന്നെ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. പിന്നെ ഡബ് ചെയ്യുമ്പോഴും അതിൻ്റെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല, പോരായ്മ തോന്നിയില്ല. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും തിയേറ്റർ കാണേണ്ട പടമാണ്. വലുതായി പിടിച്ചിട്ടില്ല, കുറച്ച് കാർട്ടൂൺ പോലെ പോയി. ഭയങ്കര അടിയടിയും. സൂപ്പർ സിനിമ, നല്ല സിനിമ. ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സിനിമ. വളരെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. പവൻ കല്യാണിന്റെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? വളരെ ആക്ഷൻ നന്നായിട്ടുണ്ട്. പഴയ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തു വെച്ചേക്കണ? വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട്.